അപ്പോൾ പറഞ്ഞു വന്നത് നമ്മൾ ക്ലാസിക്കൽ അസംഷൻസിനെ കുറിച്ച് പഠിക്കുമ്പോൾ β1 ക്യാപ്പ് β2 ക്യാപ്പും ഫൈൻഡ് ചെയ്താൽ മതിയെങ്കിൽ ഇറ്റ് ഈസ് വെരി ഈസി. നമുക്ക് ആ ഇക്വേഷൻ ഉപയോഗിക്കാം, കളക്ട് ചെയ്തിരിക്കുന്ന സാമ്പിൾ ഡാറ്റയിൽ അപ്ലൈ ചെയ്യാം, β1 ക്യാപ്പും β2 ക്യാപ്പും ഫൈൻഡ് ചെയ്യാം. ദാറ്റ്സ് ഓൾ. പക്ഷേ ശരിക്കും അതിൽ നമ്മൾ തീരുന്നില്ല. നമുക്ക് വേണ്ടത് പോപ്പുലേഷന്റെ ട്രൂ ആയിട്ടുള്ള β1ഉം β2 ഒക്കെ ഉണ്ട്. അതായത് പോപ്പുലേഷൻ ഡാറ്റ മുഴുവൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുമായിരുന്ന ഇന്റർസെപ്റ്റ് വേരിയബിളും ഇന്റർസെപ്റ്റ് കോഎഫിഷ്യന്റും അതുപോലെ സ്ലോപ്പ് കോഎഫിഷ്യന്റും അത് എത്രയാണെന്ന് ഈ β1 ക്യാപ്പിൽ നിന്നും β2 ക്യാപ്പിൽ നിന്നും നമുക്ക് ഇൻഫർ ചെയ്യാൻ പറ്റണം. ഇൻഫർ ചെയ്യാന്ന് പറയുന്നത് നമുക്ക് അറിയാൻ പാടില്ല ശരിക്കും ട്രൂ ആയിട്ടുള്ള വാല്യൂ നമുക്ക് ഒരിക്കലും കാൽക്കുലേറ്റ് ചെയ്യാനും പറ്റില്ല. കാരണം എൻ്റെ പോപ്പുലേഷനെ കൺസിഡർ ചെയ്യാന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. അപ്പൊ നമുക്ക് ട്രൂ ആയിട്ടുള്ള എന്താ നമുക്ക് അറിയാൻ പാടില്ല, പക്ഷെ നമുക്ക് അതിൽ നിന്ന് നമുക്ക് ഊഹിച്ചെടുക്കാൻ പറ്റണം എന്തായിരിക്കും ട്രൂ ആയിട്ടുള്ള β1 β2. അപ്പൊ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് അസംഷൻസ് ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് അത് ചെയ്യാനായിട്ട് പറ്റൂ. ഈ അസംഷൻസിനെയാണ്, അതായത് എക്സും എക്സും യുഐയും എങ്ങനെ ജനറേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതിനെ കുറിച്ചൊരു അസംഷൻ നമുക്ക് ഡിറൈവ് ചെയ്യണം. ഈ PRF നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ടാവും. YI എന്ന് പറയുന്നത് β1 + β2 xi + ui. ഇതാണ് നമ്മുടെ PRF. സോറി, ഒന്നുകൂടി ഒന്ന് തുറന്നു കേട്ടോ. ഞാൻ ഉദ്ദേശിച്ചത് ഓക്കെ ശരി. ഓക്കെ, നമ്മള് ഇതാണ് നമ്മുടെ PRF എന്ന് പറയുന്നത്. PRF നമ്മൾ നേരത്തെ പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷൻ പഠിച്ചിട്ടുണ്ട്. ഇതൊരു ലീനിയർ ഫോമിലാണ്, ഇതിന്റെ ഫംഗ്ഷണൽ ഫോം ലീനിയർ ആണ്. ഇതൊരു സ്റ്റോക്കാസ്റ്റിക് ഫോമിലാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. YI ശരിക്കും രണ്ട് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഒന്ന് XIനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, രണ്ട് UIനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. UI എന്ന് പറയുന്നത് സ്റ്റോക്കാസ്റ്റിക് ടൈം ആണ്, നമുക്കറിയാം. സ്റ്റോക്കാസ്റ്റിക് ടൈം ആണ്, റാൻഡം വേരിയബിൾ ആണ്. XI ഒഴിച്ച് YIയുടെ മേലുള്ള എല്ലാ ഇൻഫ്ലുവൻസിങ് ഫാക്ടേഴ്സിനെയും അസിമുലേറ്റ് ചെയ്യപ്പെടുന്നത് ഈ UIയിലാണ്. X ഒഴിച്ച് YIനെ സ്വാധീനിക്കുന്ന എല്ലാ കാര്യങ്ങളെയും നമ്മളുടെ എല്ലാ ഇഫക്റ്റിനെ ഒരുമിച്ച് ചേർത്തിട്ടാണ് നമ്മൾ സ്റ്റോക്കാസ്റ്റിക് വേരിയബിൾ പറയുന്നത്. ഇത് സ്ലോപ്പാണ്, ഇത് ഇന്റർസെപ്റ്റ് ആണ്. അപ്പൊ ഇതിനെ രണ്ടിനെയാണ് ഇത് ആശ്രയിച്ച് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതും എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യപ്പെട്ടതെന്നുള്ള ചില അസംഷൻസിന്റെ വെളിച്ചത്തിലാണ് നമുക്ക് ഇതിനെയും നമുക്ക് ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? β1 ക്യാപ്പിൽ നിന്ന് എന്താണ് ഈ β1 എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും, β2 ക്യാപ്പിൽ നിന്ന് എന്താണ് ട്രൂ β2 എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. ഇത് രണ്ടും മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഇൻഫർ ചെയ്ത് എടുക്കണം എന്നുണ്ടെങ്കിൽ എന്തിൽ നിന്ന്? β1 ക്യാപ്പിൽ നിന്നും β2 ക്യാപ്പിൽ നിന്നും ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഇൻഫർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ രണ്ടിനെ കുറിച്ച് ചില അസംഷൻസ് നമ്മൾ ഫോർമുലേറ്റ് ചെയ്യണം. ഇതെങ്ങനെയാണ് ജനറേറ്റ് ചെയ്യപ്പെട്ടത്, XIയും UIയും എങ്ങനെയാണ് അത് ജനറേറ്റ് ചെയ്യപ്പെട്ടതെന്നുള്ളത്, അതിനെക്കുറിച്ച് ചില അസംഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് β1 ക്യാപ്പിൽ നിന്ന് β2 ക്യാപ്പിൽ നിന്നും ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഇൻഫർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിന് ചില അസംഷൻസ് ഉണ്ട്. ഈ അസംഷൻസിനെ വിളിക്കുന്ന പേര് ഗോസിയൻ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ക്ലാസിക്കൽ ലീനിയർ റിഗ്രഷൻ മോഡൽ അസംഷൻസ് എന്നാണ്. ഇത് ഈ ഒരു മോഡലിന് ഗോസിയൻ എന്ന പേര് കിട്ടാൻ കാരണം ഒരു ജർമ്മൻ മാത്തമാറ്റീഷ്യന്റെ പേര് എന്നാണ്. കാൾ ഫ്രെഡറിക് ഗോസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹമാണ് ആദ്യമായിട്ട് 1821 ഗോസ് ഈ ക്ലാസിക്കൽ അസംഷൻസ് ഫോർമുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ അന്ന് തുടങ്ങി ആ അസംഷൻസ് ആയത് 1821 തുടങ്ങിയിട്ടുള്ള അസംഷൻ ആയതുകൊണ്ടാണ് നമ്മളതിനെ ക്ലാസിക്കൽ അസംഷൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, 10 അസംഷൻസ് ആണുള്ളത്. നമ്മളതിൽ 3 അസംഷൻസ് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, എങ്കിലും ഞാനതൊന്നും കൂടി പറയാം. ഒന്നാമത്തെ അസംഷൻ എന്ന് പറയുന്നത് റിഗ്രഷൻ മോഡല് ലീനിയർ റിഗ്രഷൻ മോഡൽ ആയിരിക്കണം. അതിന്റെ അർത്ഥം എത്രയേ ഉള്ളൂ,
അത് നോൺ വേരിയബിൾ നോൺ ലീനിയർ ആവാം, വേരിയബിളിൽ വേരിയബിൾസിന്റെ കാര്യത്തിൽ നോൺ ലീനിയർ ആവാം. പക്ഷേ പാരാമെട്രിക്സിന്റെ കാര്യത്തിൽ അത് ലീനിയർ ആവും. പാരാമെട്രിക് എന്ന് പറയുന്നത് പോപ്പുലേഷൻ കോഎഫിഷ്യൻസിനെയാണ് നമ്മൾ പാരാമെട്രിക് എന്ന് വിളിക്കുന്നത്. പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് പോപ്പുലേഷൻ ആണെങ്കിൽ മാത്രമേ നമ്മൾ ഇതിനെ പാരാമീറ്റർ ഇന്റർസെപ്റ്റ് പാരാമീറ്റർ എന്നും സ്ലോപ്പ് പാരാമീറ്റർ എന്നും വിളിക്കുള്ളൂ. സാമ്പിൾ ആകുമ്പോൾ നമുക്ക് ഒരിക്കലും അതിനെ പാരാമീറ്റർ എന്ന് വിളിക്കാൻ പറ്റില്ല, നമ്മൾ അതിനെ കോഎഫിഷ്യന്റ് എന്നാണ് വിളിക്കുക. അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം ഒന്ന് മനസ്സിലാക്കുക. β1 നമ്മൾ ശരിക്കും പോപ്പുലേഷനിൽ ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് പാരാമീറ്റർ എന്ന് ഉപയോഗിക്കുക. സാമ്പിളിൽ ഉപയോഗിക്കാൻ നേരം നമ്മൾ അതിന്റെ കോഎഫിഷ്യന്റ് എന്നാണ് വിളിക്കുക. അതല്ലെങ്കിൽ രണ്ടും മാറി വിളിക്കാറുണ്ട്. പക്ഷെ നമുക്ക് സാമ്പിളിൽ ഉപയോഗിക്കാൻ നേരത്ത് തീർച്ചയായിട്ടും നമ്മൾ അതിനെ കോഎഫിഷ്യന്റ് എന്ന് തന്നെ വിളിക്കണം, പാരാമീറ്റർ എന്ന് ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, സോ ഈ രണ്ട് കാര്യങ്ങൾ, ഇതിപ്പോ ഒരു 2 വേരിയബിൾ റിഗ്രഷൻ മോഡലാണ്. അതുകൊണ്ട് തന്നെ എക്സ് വേണമെങ്കിൽ എക്സ് സ്ക്വയർ ആവാം, സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് ആവാം, ഇത് ലോഗ് ആവാം, ഇവിടെയും ലോഗ് ആവാം. എക്സ് വൈക്ക് വേണമെങ്കിൽ എന്ത് ഫോം വേണമെങ്കിലും ആവാം, ലോഗരിതമിക് ഫോം ആവാം, എക്സ്പോണൻഷ്യൽ ഫോം ആവാം, ഏത് വേണമെങ്കിലും ഫോമിലേക്ക് ക്വാഡ്രാറ്റിക് ഫോമോ അങ്ങനെ ഏത് ഫോമിൽ വേണമെങ്കിൽ നമുക്ക് ക്യൂബിക് ഫോമിലോ എങ്ങനെ വേണമെങ്കിലും എഴുതാം. പക്ഷേ പാരാമീറ്റേഴ്സ് ലീനിയർ ഫോമിലായിരിക്കും. അതാണ് ഒന്നാമത്തെ അസംപ്ഷൻ. β1 β2 ലീനിയർ ആയിരിക്കും. ലീനിയർ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം റേസ് ടു ദ പവർ 1 ആയിരിക്കണം ഈ രണ്ട് കാര്യങ്ങൾ. ഇതിപ്പോ രണ്ടും ലീനിയർ ഇൻ പാരാമീറ്ററും ആണ്, ലീനിയർ ഇൻ വേരിയബിളും ആണ്. എഴുതിയിരിക്കുന്ന ഇക്വേഷൻ ലീനിയർ ഇൻ പാരാമീറ്ററും ആണ്, ലീനിയർ ഇൻ വേരിയബിളും ആണ്. രണ്ടാമത്തെ അസംപ്ഷൻ നമ്മൾ ഇതും പറഞ്ഞതാണ്, എക്സ് വാല്യൂസ് ഫിക്സ്ഡ് ആയിരിക്കണം ഇൻ റിപ്പീറ്റഡ് സാമ്പിളിംഗ്. നമ്മൾ സാമ്പിൾ എന്തോരം വേണമെങ്കിലും എടുത്തോട്ടെ, പോപ്പുലേഷനുള്ള നമ്മളിപ്പോൾ സാമ്പിൾ എടുക്കണം എന്ന് വെച്ചാൽ പോപ്പുലേഷൻ എക്സ് വാല്യൂസ് ഫിക്സ്ഡ് ആയിരിക്കണം. നമ്മൾ ഈ ടേബിൾ 2.1 നിങ്ങൾ ഓർക്കുണ്ടാവും. ടേബിൾ 2.1 എന്ന് പറയുന്നത് നമ്മൾ ഇൻകം കൺസംഷന്റെ ഒരു പോപ്പുലേഷൻ റിഗ്രഷൻ ലൈൻ വരച്ചപ്പോൾ നമ്മൾ ഉപയോഗിച്ച ടേബിളാണ്. അതായത് 80 തുടങ്ങിയിട്ട് വീക്ക്ലി ഫാമിലി ഇൻകം 80, 100, 120 അങ്ങനെ. അതേപോലെ നമ്മൾ വീക്കിലി കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ ടോട്ടൽ 60 പേരുടെ ആ ടേബിള് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് 2 സാമ്പിളുകൾ നമ്മൾ പിന്നെ എടുത്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഒന്ന് നോക്കാം. സാമ്പിൾ ഓക്കെ, ഈ ഒരു ടേബിളാണ് 2.4 2.5 എന്ന് പറയുന്നത്. 2.4 2.5 എന്ന് പറയുന്നത് ഇവിടെ നോക്കാം, എക്സിന് വ്യത്യാസമൊന്നുമില്ല. എക്സ് നമ്മൾ എന്തെല്ലാം റിപ്പീറ്റഡ് സാമ്പിൾ എടുത്തു, ഇപ്പോൾ ഇവിടെ 2 സാമ്പിളിങ് മാത്രം നടന്നിട്ടുള്ളൂ. പക്ഷെ എക്സ് വേരിയബിൾസിന് വ്യത്യാസമില്ല. എക്സ് വേരിയബിൾസ് എന്ന് പറയുന്നത് സെയിം ആണ്. 2.1 എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. നമ്മൾ 2.1 പഠിച്ചതാണ്. ദിസ് ഈസ് 2.1. ഇവിടെ നോക്കാം, എക്സ് വേരിയബിൾസ് എന്ന് പറയുന്നത് 80, 100, 120, 140, 160, 180, 200, 220, 240, 260. ഇത് ഫിക്സ്ഡ് ആണ്. ഇനി നമ്മൾ ഇതിൽ നിന്ന് ഒരു സാമ്പിളുകൾ എടുത്തു എന്ന് വിചാരിച്ചു. ഒരു സാമ്പിൾ എടുത്തപ്പോൾ നമ്മൾ ആദ്യം 55 എടുത്തു, പിന്നെ 74 എടുത്തു, 120 നേരെ 90 എടുത്തു, 140 നേരെ 95 എടുത്തു, 160 നേരെ 107 എടുത്തു, 180 നേരെ 135 എടുത്തു, 200 നേരെ 145 എടുത്തു. അങ്ങനെ എങ്ങനെയാണ് സാമ്പിൾ എടുത്തോളൂ നിങ്ങൾക്ക്. ഇനി അടുത്തൊരു സാമ്പിള് ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത്, നിങ്ങളിപ്പോ ക്ലാസ്സിൽ ഇപ്പൊ എത്ര പേര് കയറിയിട്ടുണ്ട്? 9 പേരുണ്ട്. ഈ 9 പേരെടുത്ത് ഞാൻ സാമ്പിൾ തയ്യാറാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 9 തരത്തിലുള്ള സാമ്പിൾ ആയിരിക്കും തയ്യാറാക്കുക. പക്ഷെ അതില് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം സെയിം ആയിരിക്കും നിങ്ങൾക്ക്. ഇതിൽ നിന്നെല്ലാം ഞാൻ ഓരോ സാമ്പിൾ എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഓരോന്നിന്റെ നേരെ ഓരോ സാമ്പിളുകൾ എടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എനിക്ക് തയ്യാറാക്കി തരുന്ന സാമ്പിളുകൾ 9 ടൈപ്പ് ആയിരിക്കും. ഇതിന് നേരെ ചിലപ്പോൾ ഒരാൾ എടുക്കുന്നത് 55 ആയിരിക്കും, ചിലപ്പോൾ ഒരാൾ 60 ആയിരിക്കും എടുക്കുക. ഇതിന്റെ നേരെ ചിലപ്പോൾ വേറൊരാൾ 70 ആയിരിക്കും എടുക്കുക, വേറൊരാൾ 74 ആയിരിക്കും എടുക്കുക. അങ്ങനെ മാറി മാറി സാമ്പിളുകൾ എടുക്കും. പക്ഷേ സാമ്പിളുകൾ നമ്മൾ റിപ്പീറ്റഡ് ആണെങ്കിലും, സാമ്പിളുകൾ നമ്മൾ എത്ര റിപ്പീറ്റഡ് സാമ്പിൾ ആണെങ്കിലും നമ്മൾ എക്സ് വാല്യൂസിന് അതിൽ വ്യത്യാസം വരുന്നില്ല. അതാണ് രണ്ടാമത്തെ അസംപ്ഷൻ ആയിട്ട് നമ്മൾ പറയുന്നത്.
ഓക്കെ, മൂന്നാമത്തെ അസംഷൻ എന്ന് പറയുന്നത് സീറോ മീൻ വാല്യൂ ഓഫ് ദ ഡിസ്റ്റർബൻസ് യു ഐ. യു ഐ എന്ന് പറയുന്നത് ഇവിടെ നോക്കിയാൽ അറിയാൻ പറ്റും. യു ഐ ഇതാണ് നമ്മുടെ പി ആർ എഫ് എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ഇതിന് നമുക്ക് എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് വൈ ഗിവൺ എക്സ് ഐ എന്ന് വിളിക്കാം. ഈ ഭാഗത്തെ എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് വൈ ഗിവൺ എക്സ് ഐ. നമ്മൾ ഈ കണ്ടീഷണൽ മീനുകൾ മാത്രം ഓരോ എക്സിന് നേരെയുള്ള വൈ ഐയുടെ മീൻ, ഇതിനെയാണ് എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് വൈ ഗിവൺ എക്സ് ഐ എന്ന് പറയുന്നത്. ഇവിടെ x1 ആവുമ്പോൾ ഇതായിരിക്കും നമ്മുടെ കണ്ടീഷണൽ മീൻ, വൈയുടെ മീൻ. x2 ആണെങ്കിൽ ഇതായിരിക്കും കണ്ടീഷണൽ മീൻ. x3 ആണെങ്കിൽ ഇതാണ് കണ്ടീഷണൽ മീൻ. x4 ആണെങ്കിൽ ഇതാണ് കണ്ടീഷണൽ മീൻ. ഇതിനെല്ലാം നമ്മൾ ചേർത്ത് വരച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് വൈ ഗിവൺ എക്സ് ഐ. അതാണ് β1 പ്ലസ് β2 എക്സ് ഐ എന്ന് പറയുന്നത്. ഇനി ആക്ച്വൽ വൈ ഐ എന്ന് പറയുന്നത് നമുക്കറിയാം, ആക്ച്വൽ വൈ ഐയുടെ റെപ്രസെന്റേഷൻ ആണ് ഈ മീൻ എന്ന് പറയുന്നത്. സോ മീൻ എന്ന് പറയുന്നപ്പോഴും ഒരു സെൻട്രൽ ഫിഗർ ആണ്, അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ സെൻട്രൽ ഫിഗർ ആയിട്ട് കാണുന്നത്. പിന്നെ നമ്മളിവിടെ ഒരു അസംഷൻ നടത്തുന്നുണ്ട്, ഈ വൈ എന്ന് പറയുന്നത് സിമെട്രിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. വൈ സിമെട്രിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഈ മീനിന്റെ ചുറ്റും അതൊരു സിമെട്രി ഉണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ വൈ ക്ലബ് ചെയ്ത് വരുന്നത് ഈ സെന്ററിലായിരിക്കും. അപ്പൊ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്, ബെൽ ഷേപ്ഡ് ആണ് ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ. അതായത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഭൂരിഭാഗം വൈയും വരുന്നത് ഈ ഒരു സെൻട്രൽ ഫിഗറിലായിരിക്കും. ഇനി യു ഐ എന്ന് പറയുന്നത് നമുക്കറിയാം വൈ ഐ മൈനസ് എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് വൈ ഗിവൺ എക്സ് ഐ ആണ്. നമ്മള് നമ്മള് expected value of y given x is equal to β1 plus β2 x. ഇത് സ്റ്റോക്കാസ്റ്റിക് ഫോമിലേക്ക് എഴുതുമ്പോഴും നമ്മൾ വൈ ഐ എന്ന് എഴുതും, കാരണം ഇത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വൈ ആണ്. ഈസ് ഈക്വൽ ടു β1 പ്ലസ് പോപ്പുലേഷൻ ആണ്, കാരണം ക്യാപ്പ് ഇല്ല. സാമ്പിൾ റിഗ്രഷൻ ആണെങ്കിൽ നമ്മൾ ഇവിടേക്ക് ക്യാപ്പ് വരുള്ളൂ. β2 xi പ്ലസ് ഇത് റാൻഡം വേരിയബിൾ ആണ്, നമ്മൾ റെസിഡ്യൂവൽ അല്ല, റാൻഡം വേരിയബിൾ എന്നാണ് വിളിക്കുക, അല്ലെങ്കിൽ സ്റ്റോക്കാസ്റ്റിക് വേരിയബിൾ എന്നാണ് വിളിക്കുക. സാമ്പിൾ റിഗ്രഷൻ ഫംഗ്ഷൻ ആണെങ്കിൽ മാത്രമേ നമ്മൾ ഇതിനെ റെസിഡ്യൂവൽ എറർ എന്ന് വിളിക്കൂ. ഓക്കെ, ഇനി യു ഐ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം യു ഐ എന്ന് പറയുന്നത് yi minus β1 plus β2 xi. Yes, yi minus മൈനസ്, നമുക്ക് ഇതിനെ ഒരൊറ്റ ഇതായിട്ട് എഴുതുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് ഇതാണല്ലോ y given xi. കാരണം ഇത് തന്നെയാണ്. അതല്ലെങ്കിൽ നമുക്ക് ഇവിടെ ബ്രാക്കറ്റിൽ β1 പ്ലസ് β2 x എന്ന് എഴുതാം, അല്ലെങ്കിൽ ബ്രാക്കറ്റ് കളയണമെങ്കിൽ മൈനസ് β1 മൈനസ് β2 x എന്ന് എഴുതാം. ഇതൊക്കെ നമ്മൾ യു ഐ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ യു ഐ എന്ന് പറയുന്നത് നമുക്കറിയാം ഇത് വൈ ഐ മൈനസ് ഈ കണ്ടീഷണൽ മീൻ ആണ്. ഇത് കണ്ടീഷണൽ മീൻ ആണ്. ഇതാണ് നമ്മുടെ കണ്ടീഷണൽ മീൻ. ഈ കാണിച്ചിരിക്കുന്നതാണ് കണ്ടീഷണൽ മീൻ. ഇതെല്ലാം എന്താണ്? ഇതൊക്കെ വൈ ഐകളാണ്. അപ്പൊ വൈ ഐ ഇവിടെ ഈ ഭാഗം എന്ന് പറയുന്നത് വൈ ഐ മൈനസ് കണ്ടീഷണൽ മീൻ. ഇപ്പൊ ഈ ഡോട്ട് നോക്കിയാണെങ്കിൽ നമുക്കറിയാം ഇത് കണ്ടീഷണൽ മീനെക്കാണ് ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു വൈ ഐ ആണ്. സോ ദിസ് യു ഐ വിൽ ബി, ദാറ്റ് മീൻസ് ദിസ് മൈനസ് ദിസ് വിൽ ബി എ പോസിറ്റീവ് യു ഐ, ആൻഡ് ദിസ് മൈനസ് ദിസ് വിൽ ബി പോസിറ്റീവ് യു ഐ, ദിസ് മൈനസ് ദിസ് വിൽ ബി പോസിറ്റീവ് യു ഐ, ദിസ് മൈനസ് ദിസ് വിൽ ബി എ പോസിറ്റീവ് യു ഐ. അതാണ്, ഇതെല്ലാം പോസിറ്റീവ്സ് ആണ് ഈ യു ഐ. ഇനി ഇവിടെ നിന്ന് നമ്മൾ താഴത്തോട്ട് നോക്കി അറിയാൻ പറ്റും ഇതെല്ലാം ലോവർ വാല്യൂസ് ആണ്, മീനിനെക്കാട്ടും ലോവർ വാല്യൂസ് ആണ്. സോ ദിസ് മൈനസ് ദിസ് വിൽ ബി എ നെഗറ്റീവ് യു ഐ, ദിസ് മൈനസ് ദിസ് വിൽ ബി എ നെഗറ്റീവ് യു ഐ, ദിസ് വാല്യൂ വിൽ മൈനസ് ദിസ് വിൽ ബി എ നെഗറ്റീവ് യു ഐ.
അപ്പോൾ ഈ UIC തന്നെ നമുക്ക് ഇത് സെൻട്രൽ വാല്യൂ ആയതുകൊണ്ട്, മീൻ എന്ന് പറയുന്നത് സെൻട്രൽ ആയതുകൊണ്ട് ദിസ് കണ്ടീഷണൽ മീൻ. അല്ലെങ്കിൽ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ പോസിറ്റീവ് YIs ഉണ്ടാവും, നമുക്ക് നെഗറ്റീവ് YIs എന്ന് പറയാൻ പറ്റില്ല. The YIs which are greater than conditional mean ഉണ്ടാവും, the YIs which are less than conditional mean ഉണ്ടാവും, അങ്ങനെ പറയാം. പക്ഷെ നമുക്ക് യുടെ കാര്യത്തിൽ നമുക്ക് പറയാം പോസിറ്റീവ് UIs നെഗറ്റീവ് UIs ഉണ്ടാവും എന്ന് പറയാം. കാരണം ഇത് ഡിറൈവ് ചെയ്തിരിക്കുന്നത് രണ്ടും കോറിലേറ്റഡ് ആണ്. കാരണം UI മൈനസ് മീനിൽ നിന്നാണ് നമുക്ക് YI മൈനസ് മീനിൽ നിന്നാണ് നമുക്ക് UI കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, YIs ഗ്രേറ്റർ ദാൻ മീനും ഉണ്ട്, YIs ലെസ് ദാൻ മീനും ഉണ്ട്. അതുകൊണ്ട് തന്നെ നെഗറ്റീവ് UIs ഉണ്ട്, പോസിറ്റീവ് UIs ഉണ്ട്. ഇനി ഇതിനെല്ലാം സം ചെയ്താൽ തന്നെ നമുക്ക് എന്ത് കിട്ടും? സിഗ്മ UI. ഹലോ സാറേ, ആ റംസീനെ കേറ്റുവോ? അവളെ ആസ്ക് ടു ജോയിൻ. ഓക്കെ സോറി ഞാൻ കാണുന്നില്ല, അതുകൊണ്ടാണ്. അവള് പറഞ്ഞിട്ട് ഓക്കെ, സ്ക്രീൻ കാണുന്നില്ല, ഞാൻ ഇത് ബുക്ക് നോക്കിയിട്ടാണല്ലോ ഞാൻ എടുക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളപ്പോ പറയണേ. ശരി, ഓക്കെ. ഇനി ഇവിടെ നോക്കി, ഇവിടെ നമ്മള് UIനെ നമ്മൾ സിഗ്മ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സിഗ്മ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സിഗ്മ ചെയ്ത് നമുക്ക് 0 കിട്ടും. സിഗ്മ ചെയ്ത് നമുക്ക് 0 കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് UI ഗിവൺ xi എന്ന് പറയുന്നത് എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് UI ഗിവൺ xi. എന്തുകൊണ്ട് ഗിവൺ xi എന്ന് പറയുന്നത്? ഇവിടെ നോക്കിയാൽ ഇതാണ് xi, x1 ആണ് ഇവിടെ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഗിവൺ xi. ഈ UIനെല്ലാം എന്തിനെ ബേസ് ചെയ്ത്, എന്ത് കണ്ടീഷനിലാണ് ഈ UI നമുക്ക് കിട്ടിയത്? x1ന്റെ നേരെയുള്ള UIs ആണ് ഇതെല്ലാം. അതുകൊണ്ടാണ് നമ്മൾ എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് UI ഗിവൺ xi. അത് ശരിക്കും എങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടത്? സിഗ്മ UI ഗിവൺ xi ഡിവൈഡഡ് ബൈ എന്നാണ് ശരിക്കും പറഞ്ഞാൽ ഈ മീൻ എന്ന് പറയുന്നത്, അല്ലെ? നോക്കാം, ഈ എക്സ്പെക്ടഡ് വാല്യൂ അല്ലെങ്കിൽ ഈ മീൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ഡിവൈഡഡ് ബൈ ചെയ്തതാണ്. അപ്പൊ നമുക്ക് നമ്മുടെ എക്സാമ്പിളിലാണെങ്കിൽ നമ്മളിപ്പോ 2.1 ആണ് നമ്മുടെ എക്സാമ്പിൾ എങ്കിൽ ഇവിടെ 5 എണ്ണമാണ് ഉള്ളത്. 2.1 ടേബിൾ ആണ് നമ്മുടെ എക്സാമ്പിൾ എങ്കിൽ ഇവിടെ പക്ഷെ 2.1നെ ബേസ് ചെയ്തിട്ടല്ല. കാരണം ഇവിടെ നോക്കാം, y 1 2 3 4 5 6 7 8 9 ഇത് രണ്ടും കോയിൻസൈഡ് ചെയ്തില്ലെങ്കിൽ, YIയും Y ബാറും കോയിൻസൈഡ് ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ കണ്ടീഷണൽ മീനും കോയിൻസൈഡ് ചെയ്തില്ലെങ്കിൽ ഇവിടെ 9 YIs ഉണ്ട്. കോയിൻസൈഡ് ചെയ്യുകയാണെങ്കിൽ 10 YIs ഉണ്ട്. ഓക്കെ, അങ്ങനെ അത് നമ്മൾ ഇപ്പോ ഇവിടെ n നോക്കിയാണെങ്കിൽ, ഞാൻ സപ്പോസ് 9 ആണ് എടുക്കുന്നത്, 9. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഇവിടെ UIs എന്ന് പറയുന്നത് 9 ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് n, ഇവിടെ ഒരു UI കിട്ടും, ഇവിടെ ഒരു UI കിട്ടും, ഇതിൽ നമുക്കൊരു UI കിട്ടും, ഇതിൽ നിന്ന് ഒരു UI കിട്ടും, 4. ഇവിടുന്ന് കിട്ടും, ഇവിടുന്ന് കിട്ടും, ഇവിടുന്ന് എല്ലാത്തിനും നമുക്ക് ഒരു UIs കിട്ടും. അപ്പൊ പോസിറ്റീവ്സ് നെഗറ്റീവ്സ് എല്ലാം കൂടി നമുക്ക് n നമ്പർ ആണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് UI എന്ന് പറയുന്നത് 0 തന്നെയാണ്. സോ ദാറ്റ് ഈസ് അവർ തേർഡ് അസംപ്ഷൻ. ദ തേർഡ് അസംപ്ഷൻ ഈസ് എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് UI ഈസ് ഈക്വൽ ടു 0. അതല്ലെങ്കിൽ 0 മീൻ വാല്യൂ ഓഫ് ഡിസ്റ്റർബൻസ് UI. ഓക്കെ, നാലാമത്തെന്ന് പറയുന്നത് ഹോമോസ്കെഡാസ്റ്റിസിറ്റി ഓർ ഈക്വൽ വാരിയൻസ് ഓഫ് UI. നമ്മൾ 3 വരെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഹോമോസ്കെഡാസ്റ്റിസിറ്റി വളരെ പ്രധാനപ്പെട്ട ഒരു അസംപ്ഷനാണ്. നമ്മൾ റിഗ്രഷൻ അനാലിസിസ് ചെയ്യുമ്പോൾ ഈ നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്ന ഇൻഫർമേഷൻ അല്ലെങ്കിൽ വേരിയബിൾസ് ഹോമോസ്കെഡാസ്റ്റിക് ആണോ എന്ന് നമ്മൾ നോക്കും. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹോമോസ്കെഡാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഈക്വൽ വേരിയൻസ് എന്നാണ് അതിന്റെ അർത്ഥം. ഹോമോസ്കെഡാസ്റ്റിസിറ്റി ഈക്വൽ വേരിയൻസ് ഓഫ് UI. ഈക്വൽ വേരിയൻസ്, നമ്മൾ വേരിയൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ഡിസ്പേർഷൻ. ആണ് വേരിയൻസ്. അതായത് മീനിൽ നിന്ന് ഓരോ ഇൻഡിവിജ്വൽ വാല്യൂസും എത്രത്തോളം ഡീവിയേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്
വേരിയൻസ് എന്ന് പറയുന്നത്. അതായത് ശരിക്കും വേരിയൻസ് എന്ന് പറയുന്നത് നമ്മൾ സിഗ്മ സ്ക്വയർ എന്നാണ് നമ്മൾ എഴുതുക, കാരണം സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ സ്ക്വയർ ആണ് ശരിക്കും പറയുന്നത്. വേരിയൻസ് എന്ന് പറയുന്നത് ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വേരിയബിൾസ് yi മൈനസ് y ബാർ, ഇത് എത്രത്തോളമാണ് ഉള്ളത്? ഇത് yi മൈനസ് y ബാർ, നമ്മളതിന്റെ വേരിയൻസ് എന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷനിലാകുമ്പോൾ സ്ക്വയർ റൂട്ട് ആണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അതിന്റെ സ്ക്വയർ ആണ് വേരിയൻസ് എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ എപ്പോഴും സ്ക്വയർ ചെയ്തിട്ട് അതിന്റെ ഈ ഇവിടെ നമ്മൾ ഈ പോസിറ്റീവ് നെഗറ്റീവ്സ് ഉണ്ടാവും, അതിനെ സ്ക്രീൻ ഔട്ട് ചെയ്യാൻ വേണ്ടി എല്ലാത്തിനെയും നമ്മൾ സ്ക്വയർ ചെയ്യും. അപ്പോൾ സ്ക്വയർ ചെയ്തതിന് ശേഷം അതിന്റെ സ്ക്വയർ റൂട്ട് ചെയ്യുമ്പോഴും നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടും. സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ സ്ക്വയർ ആണ് വേരിയൻസ് എന്ന് പറയുന്നത്. വേരിയൻസ് നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ പഠിച്ചിട്ടുണ്ടാവും. അത് ഒരു മെഷർ ഓഫ് വേരിയൻസ് ആണ്, മെഷർ ഓഫ് ഡിസ്പേഷൻ ആണ്. അപ്പൊ ഇവിടെ എന്താണ് ഹോമോസ്കെഡാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്? ഹോമോ മീൻസ് ഈക്വൽ, സ്കെഡാസ്റ്റിക് എന്ന് പറയുന്നത്, സ്കെഡാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് സ്പ്രെഡ് അല്ലെങ്കിൽ വേരിയൻസ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ നോക്കാം, സ്കെഡാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് സ്പ്രെഡ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എറർ ഈക്വലി സ്പ്രെഡ് ആവും. എറർ എങ്ങനെയാണ് ഈക്വലി സ്പ്രെഡ് ആവുന്നത്? നമുക്ക് ഈ ഒരു ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ ഇത് ഈക്വൽ സ്പ്രെഡ് ആണ്. ഇത് ശരിക്കും 3 ഡയമെൻഷണൽ ആയിട്ടാണ് വരച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ വരച്ചിരിക്കുന്ന എക്സിനെയും വൈനെയും ഇവിടെ എക്സ് വൈ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഡയഗ്രത്തിൽ നമ്മൾ 3 ഡയമെൻഷണൽ ആയിട്ട് വരച്ചിരിക്കുക, ഒരു ഹൈറ്റ് കൂടി കൊടുക്കുകയാണ്. അപ്പൊ ഈ വശത്തിന് നമ്മൾ വൈ എന്നും ഈ വശം എക്സ് എന്നും നമുക്കറിയാം. അത് ഇവിടെ തന്നെയുണ്ട്. ഇവിടെ നോക്ക്, ഇതാണ് വൈ, ഇതാണ് എക്സ്, ഇതാണ് നമ്മൾ വരച്ചിരിക്കുന്ന റിഗ്രഷൻ ലൈൻ. ഇനി ഒരു ഹൈറ്റ് കൊടുത്തേക്കുന്നുണ്ട്, ഇത് ഹൈറ്റ് ആണ്. അപ്പോഴാണ് നമ്മൾ അതിനെ 3 ഡയമെൻഷണൽ ആക്കുന്നത്. അത് പ്രോബബിലിറ്റി ഡെൻസിറ്റി ആണ്, ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. ഈ യു വൈ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്? ഇവിടെ നമുക്ക് നോക്കി അറിയാൻ പറ്റും. ഇവിടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, സിമെട്രിക്കൽ ആയിട്ട് ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. ഇതിനെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് വിളിക്കുന്നത്, കാരണം ഇത് ബെൽ ഷേപ്ഡ് ആണ്. ഇതിന്റെ ഭൂരിഭാഗവും വരുന്നത് ഈ ഒരു നടുക്കുള്ള ഏരിയയിലായിരിക്കും. ഇതിനൊരു മീൻ ഉണ്ട്, ആ മീനിന്റെ ചുറ്റുമാണ് ഇത് ക്ലബ് ചെയ്തിരിക്കുന്നത്. യു ഐക്ക് ഒരു മീൻ ഉണ്ട്, ആ മീൻ എന്ന് പറയുന്നത് 0 ആണ്. കാരണം നമ്മൾ മീൻ എന്തിന്റെ മീനാണ്? യു ഐയുടെ മീൻ എന്ന് പറയുന്നത് 0 ആയിരിക്കും. നമ്മളത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. 0യുടെ ചുറ്റുമായിരിക്കും ഈ പറഞ്ഞിരിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ. ഈ ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ ഒരു സ്പ്രെഡ് ഉണ്ട്, അതിനൊരു വാല്യൂ ഉണ്ടെന്ന് വിചാരിക്കാം. ആ സ്പ്രെഡിന്റെ അതേ വാല്യൂ തന്നെയായിരിക്കും ഇവിടെയും ഉള്ളത്, x2ന്റെ നേരെയുള്ളത്. അത് തന്നെയായിരിക്കും x3യുടെ നേരെയുള്ളത്, xiയുടെ നേരെയുള്ളത്. ഈ സ്പ്രെഡ് എല്ലാം ഈക്വൽ ആണ്. അതായത് xiയുടെ നേരെയുള്ള യുഐയുടെ സ്പ്രെഡും x2ന്റെ നേരെയുള്ള യുഐയുടെ സ്പ്രെഡും x3യുടെ നേരെയുള്ള യുഐയുടെ സ്പ്രെഡും എല്ലാം ഈക്വൽ ആണെങ്കിൽ നമ്മൾ ആ കണ്ടീഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹോമോസ്കെഡാസ്റ്റിസിറ്റി എന്ന് വിളിക്കുന്നത്. ഇവിടെ നോക്കുക, ഇവിടെ വേരിയൻസിനെയാണ് നമ്മൾ എന്ത് പറയാം? സ്കെഡാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. സ്കെഡാസ്റ്റിസിറ്റി, വേരിയൻസ് ഓഫ് യു ഐ ഗിവൺ xi. അത് എന്താണ് ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത്? ഇവിടെ ഞാൻ നേരത്തെ ഇവിടെ എഴുതിയിരുന്നു, ഇവിടെ yi, ഇവിടെ നമ്മളത് കാണിക്കുന്നത് എക്സ്പെക്ടഡ് വാല്യൂ ആണ് കാണിക്കുന്നത്. എക്സ്പെക്ടഡ് വാല്യൂ എന്ന് പറയുന്നത് മീൻ ആണ് കാണിക്കുന്നത്. മീൻ ഓഫ് നമ്മൾ എന്തെടുക്കും? ഇവിടെ നോക്കാം, ഇത് നമ്മൾ എടുക്കുന്നത് ഞാൻ നേരത്തെ സിഗ്മ എഴുതിയെങ്കിൽ നമ്മളിവിടെ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ n വെച്ചിട്ട് അതിന്റെ ഹോൾ സ്ക്വയർ കാണണം. അപ്പോൾ അതിന് പകരം ഞാനിവിടെ ഇങ്ങനെയാണ്. അപ്പൊ ഇവിടുത്തെ y ബാർ എന്ന് പറയുന്നത്, ഈ y ബാർ എന്ന് പറയുന്നത് എന്താണ്? എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് y ഗിവൺ xi ആണ്. ഇപ്പൊ നമ്മൾ ഇതിപ്പോ ഞാൻ y-യുടെ ആണ് എടുത്തിരിക്കുന്നത്. ഇത് ui-യുടെ എടുക്കുകയാണെങ്കിൽ ui-യുടെ വേരിയൻസ് ആണ് നമ്മളിപ്പോ നോക്കുന്നത്. ui ഞാൻ ജസ്റ്റ് വേരിയൻസ് കാണിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഞാനിത് പറഞ്ഞിരുന്നത്. ui-യുടെ വേരിയൻസ് ആണെങ്കിൽ ഞാനിത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നില്ല, ഇത് മാറ്റാം. വേരിയൻസ് എന്നുള്ള കൺസെപ്റ്റ് പറയാൻ വേണ്ടിയാണ് ഞാൻ അവിടെ അത് കാണിച്ചത്. വേരിയൻസ് ui-യുടെ വേരിയൻസ് എഴുതിയാന്ന് വെച്ചു. ui-യുടെ വേരിയൻസ് എങ്ങനെ എഴുതാൻ നോക്കുക? എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് ui മൈനസ് ഇതെന്താണ്? ui-യുടെ മീൻ ആണ്. ഞാനതൊന്നും കൂടി എഴുതാം. ഇവിടെ വേരിയൻസ് എഴുതുമ്പോൾ VAR എന്നാണ് എഴുതുന്നത്. VAR, ഇതാണ് വേരിയൻസ്. വേരിയൻസ് ഓഫ് ui given xi. അപ്പൊ നോക്ക, എന്താണ്? xi-യുടെ നേരെയുള്ള ui-യുടെ വേരിയൻസ് ആണ്. അതാണ്
അപ്പൊ എക്സ് ഐ എന്ന് പറയുന്നത് എക്സ് 1 ആണെന്ന് വിചാരിക്കാം. ഈ എക്സ് 1 നേരെയുള്ള ഇത് യു ഐയുടെ സ്പ്രെഡ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇത് തന്നെയാണ് ഇവിടെയും കാണിച്ചിരിക്കുന്നത്. ഇത് യു ഐയുടെ സ്പ്രെഡ് ആണ് കാണിച്ചിരിക്കുന്നത്. ഈ സ്പ്രെഡിന്റെ ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് ഈ കണ്ടീഷണൽ മീൻ ഇതിനോട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള യു ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വൈ ഐ മൈനസ് വൈ, ഈ ഭാഗത്ത് ഇതാണ് വൈ ഐ എങ്കിൽ ആലോചിച്ചാൽ മതി. നമുക്ക് ഇതെങ്ങനെ കിട്ടിയത്? ഇതെങ്ങനെ പോസിറ്റീവ് കിട്ടിയത്? ഇത് വൈ ഐ ആണെങ്കിൽ ഈ വൈ ഐ മൈനസ് കണ്ടീഷണൽ മീൻ എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് വൈ ഗിവൺ എക്സ് ഐ ആണ് ഈ യു ഐ എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ കാണിച്ചത് ഒരെണ്ണം മാത്രം നമുക്ക് എടുക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് y given xi. ഇതിനെ നമ്മൾ എന്ത് വിളിക്കുക? കണ്ടീഷണൽ മീൻ എന്ന് വിളിക്കുക. അപ്പൊ ഞാൻ ഈ ഒരു കാര്യം മാത്രം എടുക്കുകയാണ്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ കണ്ടീഷണൽ മീൻ. ഇത് എന്തിന് തുല്യമാണ്? ഇത് x1 തുല്യവും x-ന് 1 നേരെയുള്ള ഇതാണ്. x2 ആണെങ്കിൽ ഇവിടെ ആയിരിക്കും. അതാണ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ കണ്ടീഷണൽ മീൻ. അപ്പൊ ഒരു വൈ ഐ ഉണ്ടാവും. വൈ ഐ ഇപ്പൊ സപ്പോസ് ഇതൊരു വൈ ഐ ആണെന്ന് വിചാരിച്ചു. y1 ആണെന്ന് വിചാരിക്കും. വൈ ഐ എന്ന് പറയുന്നത് y1. ഇനി ഇതും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? u1 എന്ന് വിളിക്കുന്നത്. u1. ഓക്കെ, ഈ u1 എന്നത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഈ u1 പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ് ആണ്. ഇനി ഞാൻ ഇവിടെ ഞാനൊരു y2 വരയ്ക്കുകയാണ്. ഇതാണ് y2 വിചാരിച്ചു. ഇത് y2 ആണ്. ഈ y2 മൈനസ് എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് y ഗിവൺ xi, ഇതാണ് നമ്മുടെ കണ്ടീഷണൽ മീൻ. ഇവിടെ നമുക്കൊരു u2 കിട്ടിയത്. u2 ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? നെഗറ്റീവ്. ഇത് പോസിറ്റീവ് ആണ്, ഇത് നെഗറ്റീവ് ആണ്. ഓക്കെ, ഇനി ഇവിടെ ഇതാണ് നമ്മുടെ y എന്ന് വെച്ചു. ഇത് y3 ആണ് വെച്ചു. y3 ഏതാണ്? ഇത് തന്നെയാണ്. അപ്പൊ y3 മൈനസ് കണ്ടീഷണൽ മീൻ എന്താണ്? y3 മൈനസ് കണ്ടീഷണൽ മീൻ ഓഫ് y ഗിവൺ xi. y3 തന്നെയാണ്. അതായത് y3 തന്നെയാണ് എന്ത്? എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് y ഗിവൺ x1. നമ്മുടെ ഇതാണല്ലോ നമ്മുടെ x is equal to x1. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ യു ഐയുടെ വാല്യൂ എന്തായിരിക്കും? വാട്ട് വിൽ ബി യു ഐ? ദാറ്റ് ഈസ് y3 മൈനസ് എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് y given x is equal to, sorry, x1 ആണ്. x1 ഇതാണല്ലോ നമുക്ക് ഇവിടെ കിട്ടുന്ന u3. ഇതാണ് u3 എന്ന് പറയുന്നത്. u3 എന്തായിരിക്കും u3യുടെ വാല്യൂ? 0. യു ആർ റൈറ്റ്. ഇതന്നെയല്ലേ ഇവിടെ കാണുന്നത്. അതായത് ഈ കണ്ടീഷണൽ മീനിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള യു ഐയുടെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? 0. കാരണം എന്തുകൊണ്ടാണത്? yi മൈനസ് എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് y ഗിവൺ xi വിൽ ബി ഈക്വൽ ടു 0. അതായത് ഞാൻ പറഞ്ഞു ഇതൊരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ പീക്ക് പോയിന്റ് എന്ന് പറയുന്നത് അതിന്റെ മീൻ ആയിരിക്കും. അപ്പൊ യു ഐയുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണത്. യു ഐയുടെ പീക്ക് പോയിന്റ് എന്ന് പറയുന്നത് യു ഐയുടെ മീൻ ആണ്. ഓക്കെ, അപ്പോ ഇവിടെ നമ്മൾ യു ഐയുടെ ഡിസ്ട്രിബ്യൂഷൻ വരയ്ക്കുകയാണെങ്കിൽ, ഇവിടെ ഇങ്ങനെ യു ഐയുടെ ഡിസ്ട്രിബ്യൂഷൻ വരയ്ക്കുകയാണെങ്കിൽ ദിസ് വിൽ ബി ദ പീക്ക് പോയിന്റ്. ഇങ്ങനെ യു ഐയുടെ ഡിസ്ട്രിബ്യൂഷൻ ഇതാണ് അവിടുത്തെ പീക്ക് പോയിന്റ്. ആ പീക്ക് പോയിന്റ് നേരെ യു ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പൊ കണ്ടീഷണൽ yi ഗിവൺ xi. ഇനി നമ്മൾ ഈ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ ഉണ്ടല്ലോ, ഇത് അങ്ങനെയാണ് നമുക്ക് ഇവിടെ എന്ത് കിട്ടുന്നത്? ഈ പോയിന്റിന് നമ്മൾ β1, ഈ പോയിന്റ് നമ്മൾ നോക്കാം. ഇതിനെ നമ്മൾ വിളിക്കുന്നത് β1 പ്ലസ് β2 xi എന്നാണ് വിളിക്കുക, അല്ലെ? ഈ എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് y ഗിവൺ xi എന്നാണ്.
ഇവിടെ നമ്മൾ യു ഐ എഴുതാത്തത് എന്തുകൊണ്ടാണ്? ബിക്കോസ് എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് യു ഐ ഈസ് ഇക്വൽ ടു 0. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ യു ഐ എഴുതാത്തത്. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ വൈ ഐ എഴുതാൻ നേരത്ത് മാത്രം ഇവിടെ നമ്മൾ യു ഐ എഴുതുന്നത്. ഇതിന് നേരെ നമ്മൾ യു ഐ എഴുതാത്തതും അതുകൊണ്ടാണ്. കാരണം യു ഐയുടെ വാല്യൂ വിൽ ബി എക്സ്പെക്ടഡ് വാല്യൂ വിൽ ബി 0. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ പ്ലസ് എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് വൈ ഗിവൺ എക്സ് ഐ യു ഐ ഗിവൺ എക്സ് ഐ എന്ന് എഴുതാത്തത്. കാരണം ഇവിടെ 0 ആണ്. അതുകൊണ്ട് ഇവിടെ നമുക്ക് യു ഐ വരുന്നില്ല. ഈ സ്ഥലത്ത് യു ഐ എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, ഇനി ഈ ഡയഗ്രം നോക്കി. ഈ ഡയഗ്രത്തിന് നമ്മളൊന്ന് ഈ ഒരു ഭാഗം നമ്മൾ നിവർത്തി വെച്ചാൽ, ഈ ഒരു ഇങ്ങനെ ഇങ്ങനെ നമ്മൾ വെച്ചിരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ഇതിന് നമ്മളൊന്ന് സപ്പോസ് നമ്മളൊന്ന് ഇമാജിൻ ചെയ്യാം. ഇതിനെ നമ്മളൊന്ന് നിവർത്തി കിടന്നിരിക്കുകയാണ്. ഇതിനെ നമ്മളൊന്ന് പൊക്കി വെക്കാൻ വിചാരിച്ചു. ഇതിങ്ങനെ ഒരു കമ്പി ഇങ്ങനെ വളച്ചു വെച്ചൊക്കെയാണെങ്കിൽ ഇതിനെ നമ്മളൊന്ന് പൊക്കി വെക്കുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് ഈ ഡയഗ്രത്തിൽ കാണിച്ചത്. ഇവിടെ നമുക്കൊരു ഹൈറ്റ് വന്നു. ഹൈറ്റ്, ഈ ഹൈറ്റിന് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് യു ഐയുടെ. നമ്മൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ നമുക്ക് പിന്നെ വഴിയെ പഠിച്ചോളാം. നമുക്ക് ഇത് നമ്മളതിന്റെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് വിളിക്കുക. ബെൽ ഷേപ്ഡ് ആണ്. ഇതിന്റെ ഭാഗം യു ഐ എന്ന് പറയുന്നത് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് 0 ആണ്. ഇവിടെ നമുക്ക് പോസിറ്റീവ്സ്, നെഗറ്റീവ്സും പോസിറ്റീവ്സും ഉണ്ടാവും. അതനുസരിച്ച് ഇവിടെ ഈ ഭാഗം പോസിറ്റീവ്സ് ആയിരിക്കും. കാരണം വൈ ഐയുടെ ഭാഗം ഇവിടെ വൈ ഐ കൂടുതലായിരിക്കും, ഇവിടെ വൈ ഐ ചെറുതായിരിക്കും. കണ്ടീഷൻ മീനേക്കാളും ഗ്രേറ്റർ ആയിരിക്കും വൈ ഐ. ഇതാണ് അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഈ ഡിസ്ട്രിബ്യൂഷൻ, ഈ ഡിസ്പേഷന്റെ തോത് ഇവിടെയും ഈക്വൽ ആണെങ്കിൽ, എല്ലായിടത്തും ഈക്വൽ ആണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ഹോമോസ്കെഡാസ്റ്റിസിറ്റി. ഇപ്പൊ നാലാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് അവർ എറർ ഷുഡ് ബി ഹോമോസ്കെഡാസ്റ്റിക്. ഇനി ഇതും നോക്കി, നമ്മൾ ഇവിടെ ഞാൻ എഴുതിക്കൊണ്ടെന്ന് വെച്ചാൽ എന്താ, വേരിയൻസ് ഓഫ് യു ഐ ഗിവൺ എക്സ് ഐ. ഇത് നമുക്ക് എങ്ങനെ കിട്ടും? യു ഐ മൈനസ് ഇറ്റ്സ് മീൻ ഡിവൈഡഡ് ബൈ എൻ ദ ഹോൾ സ്ക്വയർ. അതിനെയാണ് നമ്മൾ എക്സ്പെക്ടഡ് വാല്യൂ ഓഫ്, ഇത് മീൻ ആണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഒരു യു ഐ അതിന്റെ മീനിൽ നിന്നുള്ള ഡിഫറൻസിനെ നമ്മൾ അതിന്റെ മീൻ കാണും, ആ ഡിഫറൻസുകളുടെ മീൻ കാണും, എന്നിട്ട് അതിന്റെ സ്ക്വയർ ചെയ്യും. അതിനെയാണ് നമ്മൾ വേരിയൻസ് എന്ന് വിളിക്കുന്നത്. ഇവിടെ ഈ സംഭവം എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്തി? എക്സ്പെക്ടഡ് വാല്യൂ ഓഫ്, അതായത് മീൻ ഓഫ് ഓരോ യു ഐയും അതിന്റെ മീനിൽ നിന്നുള്ള, ഓരോ യു ഐയും അതിന്റെ മീനിൽ നിന്നുള്ള ഡിഫറൻസിന്റെ, അതിന്റെ മീനിനെയാണ് നമ്മൾ എഴുതുന്നത്. ഇതാണ് ഇതിന്റെ മീൻ എന്ന് പറയുന്നത്. കണ്ടീഷണൽ മീൻ ആണ് ഇതിന്റെ യു ഐയുടെ. ഇത് എന്തായിരിക്കും നമുക്കറിയാം. ഈ ഭാഗം എന്തായിരിക്കും നമുക്കറിയാം. ഇതാണ് നമ്മളിപ്പോ എഴുതി വെച്ചിരിക്കുന്നത്. ഈ സാധനം അതിന്റെ സ്ക്വയർ. ഇത് ശരിക്കും എന്താണ് ഇതിന്റെ അർത്ഥം? ഓരോ യു ഐയും അതിന്റെ മീനിൽ നിന്നുള്ള ഡീവിയേഷൻസിന്റെ സ്ക്വയർ, അതിന്റെ മീനിനെയാണ് നമ്മൾ വേരിയൻസ് എന്ന് വിളിക്കുന്നത്. ഓരോ യു ഐയും അതിന്റെ മീനിൽ നിന്നുള്ള ഡീവിയേഷൻസ് കാണാം, അതിന്റെ മീൻ കാണാം, അതിന്റെ സ്ക്വയർ ആണ് നമ്മുടെ വേരിയൻസ് എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും ഈ ഒരു ഭാഗം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പെക്ടഡ് വാല്യൂ ഓഫ്, നമുക്ക് ഇതിനെങ്ങനെ നമുക്ക് ചുരുക്കി എഴുതാനായിട്ട് പറ്റും. യു ഐ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗം 0 ആണ്. ഇത് നമ്മളിവിടെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇത് 0 ആണ്. എക്സ്പെക്ടഡ് വാല്യൂ നമ്മളിവിടെ ഇത് 0 ആണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. യു ഐയുടെ മീൻ എന്ന് പറയുന്നത് 0 ആണ്. അതുകൊണ്ട് തന്നെ യു ഐ മൈനസ് 0 എന്ന് പറയുന്നത് ആ ഡിഫറൻസുകളെല്ലാം 0 ആണ്. അത് യു ഐ തന്നെയായിരിക്കും. യു ഐ മൈനസ് 0 ഇസ് ഇക്വൽ ടു യു ഐ. u1 minus 0 is equal to u1. u2 minus 0 is equal to u2. അപ്പോൾ അതിന്റെ സ്ക്വയറിന്റെ മീൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിന് വേരിയൻസ് നൽകും. അപ്പൊ ഇതിന് നമ്മൾ വേരിയൻസിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പോപ്പുലേഷൻ വേരിയൻസ് നമ്മൾ ഉപയോഗിക്കുന്നത് സിഗ്മ സ്ക്വയർ എന്നാണ് ഉപയോഗിക്കുക. പോപ്പുലേഷൻ വേരിയൻസ് ആണ്. അപ്പോൾ നമ്മൾ അതിന് ഉപയോഗിക്കുന്ന ഇത് സിഗ്മ സ്ക്വയർ എന്നാണ്. ഇത് കോൺസ്റ്റന്റ് ആണ്. ഇത് കോൺസ്റ്റന്റ് ആണെങ്കിൽ, ഇഫ് ദിസ് ഈസ് കോൺസ്റ്റന്റ് ത്രൂ ഔട്ട്, ഇവിടെയും എല്ലാം അത് കോൺസ്റ്റന്റ് ആണെങ്കിൽ നമ്മൾ ആ കണ്ടീഷൻ വിളിക്കുന്ന പേരാണ് ഹോമോസ്കെഡാസ്റ്റിസിറ്റി. നോക്കാം, ഇത് കോൺസ്റ്റന്റ് ആണ്, ഒരൊറ്റ ഫിഗർ ആണ്.
എല്ലായിടത്തും xi എന്താണെങ്കിലും xi x1 ആണെങ്കിലും x2 ആണെങ്കിലും x3 ആണെങ്കിലും if this is constant then it is called homoscedasticity. അതിന്റെ അർത്ഥം എന്താണ്? യുടെ സ്പ്രെഡ് എങ്ങനെയാണ്? മീൻ യുടെ സ്പ്രെഡ് എന്ന് പറയുന്നത് ഇവിടുത്തെ അതേ സ്പ്രെഡ് തന്നെയാണ് ഇവിടെയും ഉള്ളത്, ഇവിടെയും. ഇനി സപ്പോസ് ഇത് ഈ ഒരു അവസ്ഥ നോക്കാം. ഈ ഒരു അവസ്ഥയിൽ ഇവിടെ ഒരു സ്പ്രെഡ്, ഈ സ്പ്രെഡ് കുറവാണ്. ഇവിടെ സ്പ്രെഡ് കുറവാണ്. എന്തുകൊണ്ട് നമ്മൾ ഇവിടെ സ്പ്രെഡ് കുറവാണെന്ന് പറഞ്ഞു? സ്പ്രെഡ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് ഫ്ലാറ്റ് ആയി മാറും. ഇവിടെ നോക്കുക, ഇത് സ്പ്രെഡ് കൂടുകയാണ്, ഇപ്പൊ ഫ്ലാറ്റ് ആണ്. ഇവിടെ സ്പ്രെഡ് കുറവാണ്, അതായത് മെയിനോട് ഏറ്റവും അടുത്താണ് നിൽക്കുന്നത്. ഞാൻ ഒരു കുറച്ചുകൂടി ഒന്ന് മനസ്സിലാക്കാനായിട്ട് ഇത് ഇൻകം ആണ് വിചാരിക്കാം. ഇൻകം ഇത് കൺസംഷൻ y. ഇതാണ് എന്റെ കണ്ടീഷണൽ മീൻ, എക്സ്പെക്ടഡ് വാല്യൂ y given x. ഓക്കെ, ഈ ഒരു ഇൻകം എന്ന് പറയുന്നത് വളരെ കുറവായിട്ടുള്ള ഒരു ഇൻകമാണ്. y1 എന്ന് പറയുന്നത് ഒരു ലോവർ ഇൻകം ആണ്. സപ്പോസ് ദിസ് ഈസ് ₹200 പെർ വീക്ക് എന്ന് വിചാരിക്കും. 200 രൂപയുള്ള ആഴ്ചയിൽ. ഇവിടെ നമുക്ക് നോക്കാം, ഇവിടെ ഒരു 500 രൂപ ആഴ്ചയിൽ കിട്ടുന്ന മാസ വരുമാനം ഉള്ള കുടുംബം. ഇവിടെ 1000 രൂപ ആഴ്ചയിൽ വരുമാനമുള്ള കുടുംബങ്ങളുടെയാണ് നമ്മൾ ഈ കാണിക്കുന്നത്, ഈ കണ്ടീഷൻ. ഇവിടെ നോക്കാം, ഇവിടെ നമുക്കൊരു സപ്പോസ് ആഴ്ചയിൽ 5000 രൂപ. ഇത് നോക്കണ്ട, ഈ ഡിസ്റ്റൻസിൽ നോക്കണ്ട കേട്ടോ. ഡിസ്റ്റൻസ് ഈക്വലി എന്നുള്ള ഉദ്ദേശിച്ചിരിക്കുന്നത് ഞാൻ ജസ്റ്റ് ഒരു ഇത് കാണിക്കാൻ വേണ്ടിയാണ്. ഇവിടെ നോക്കാം, ഇത് ആഴ്ചയിൽ 10000 രൂപയാണ്. ഇപ്പൊ എന്താ ഞാൻ കാണിച്ചിരിക്കുന്നത്? ഇവിടെ എക്സ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇത് ആഴ്ചയിൽ 200 രൂപ ഉള്ള കുടുംബങ്ങൾ, 200 രൂപ മാത്രം കിട്ടുന്ന കുടുംബങ്ങൾ, അവരുടെ കൺസംപ്ഷൻ എക്സ്പെൻഡിച്ചർ. ഞാനത് കുറച്ച് കുടുംബങ്ങളെ ഉള്ളൂ വിചാരിക്കാം. ആ കുടുംബങ്ങളെ ഞാൻ ഇങ്ങനെ കാണിക്കണം. 200, ഒരു 3 കുടുംബങ്ങളുണ്ടെന്ന് വിചാരിക്കാം. അതിൽ ഒരാള് അതിന്റെ ഒരു സ്പ്രെഡാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അവർ ചിലപ്പോൾ കൺസംഷന്റെ മുഴുവൻ ഉപയോഗിക്കണമെന്നില്ല. ഇവിടെ ചിലപ്പോ 80, 100, 120 ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അവരുടെ ശരാശരി എന്ന് പറയുന്നത് ഒരു 100 ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, ഇവിടെ 500 ഉള്ള ഒരു കുടുംബം വിചാരിക്കാം. അപ്പോൾ അവര് കുറച്ചും കൂടി സ്പ്രെഡ് വന്നു വിചാരിച്ചു. 1000 ഉള്ള കുടുംബം. ഇനി 5000 ഉള്ള കുടുംബം. 10000 ഉള്ള കുടുംബം. ഓക്കെ, ഇവിടെ എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നോക്കി ഇതിന്റെ സ്പ്രെഡ് എങ്ങനെ പോണെന്ന് നോക്കി. ഇതിന്റെ സ്പ്രെഡ് പോകുന്നത് ഇവിടെ സ്പ്രെഡ് കുറവാണ്, അല്ലെങ്കിൽ ഡിസ്പേഷൻ കുറവാണ്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സ്പ്രെഡ്. ഇവിടെ സ്പ്രെഡ് കുറവാണ്, ഇവിടെ മുകളിലോട്ട് പോകുന്ന ഒരു സ്പ്രെഡ് ഇതിന് കൂടുതലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു അവസ്ഥയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഡയഗ്രത്തിൽ കാണുന്നത്. ഇവിടെ സ്പ്രെഡ് കുറവാണ്,
അതായത് എററിന്റെ സ്പ്രെഡ് കുറവാണ്. yi മൈനസ് y ബാർ ആ എറർ കുറവാണ്. ഇവിടുത്തെ yi മൈനസ് എക്സ്പെക്ടഡ് കണ്ടീഷണൽ മീൻ ആ സ്പ്രെഡ് കുറവാണ്. ഇവിടെ വന്നപ്പോൾ സ്പ്രെഡ് കുറച്ചും കൂടി കൂടി, ഇവിടെ സ്പ്രെഡ് കുറച്ചും കൂടി കൂടി, ഇവിടെ സ്പ്രെഡ് കുറച്ചും കൂടി കൂടി, ഇവിടെ സ്പ്രെഡ് കുറച്ചും കൂടി. അതായത് ഇവിടെ സ്പ്രെഡ് കുറവാണ്, പിന്നെ കുറച്ചുകൂടി സ്പ്രെഡായി, കുറച്ചുകൂടി സ്പ്രെഡായി. ഇങ്ങനെയാണ് ഡാറ്റ പോകുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു ഡാറ്റയെ നമ്മൾ ഈ കളക്ട് ചെയ്തിരിക്കുന്ന ഡാറ്റ അൺഈക്വൽ സ്പ്രെഡ് ആണ്. നമ്മൾ അതിനെ വിളിക്കുന്ന പേര് ഹെട്രോസ്കഡാസ്റ്റിസിറ്റി എന്നാണ്. ഇവിടെ വേരിയൻസ് എന്ന് പറയുന്നത്, ഇവിടെ നോക്കുക, ഇവിടുത്തെ വേരിയൻസ് നമ്മൾ കാണിക്കുകയാണെങ്കിൽ വേരിയൻസിന് നമ്മൾ ഇങ്ങനെയാണ് സ്ക്വയർ ആണ് കാണിക്കുന്നത്. പക്ഷെ നമ്മളിവിടെ ഐ എന്ന് കാണിക്കുന്നുണ്ട്. ഐ കാണിക്കുന്നത് എന്താണെന്ന് അറിയാം, ഓരോന്നിനും ഓരോ വേരിയൻസ് ആണ്. ഇവിടെ ഐ എന്ന് പറയുന്ന സംഭവമില്ല, അതായത് എല്ലാത്തിനും കോമൺ ആണ്, ഒറ്റ വേരിയൻസ് ആണ്. ഇവിടെ ഇതിനൊരു വേരിയൻസ് ഉണ്ട്, ഇതിന് വേറെ വേരിയൻസ് ഉണ്ട്, ഇതിന് വേറെ വേരിയൻസ് ഉണ്ട്, ഇതിന് വേറെ വേരിയൻസ് ഉണ്ട്, ഇതിന് വേറെ വേരിയൻസ് ഉണ്ട്. അപ്പോൾ ഓരോന്നിനും ഓരോ വേരിയൻസ് ആണ്. ഈ എക്സൻ മാറുന്നതനുസരിച്ച് ഇവിടെ വേരിയൻസ് മാറിക്കൊണ്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ ഹെട്രോസ്കഡാസ്റ്റിക് ആണ് ഡാറ്റ, ഹെട്രോസ്കഡാസ്റ്റിസിറ്റി ആണ് അവിടെ ഉള്ളത്. ഇവിടെ ഹെട്രോസ്കഡാസ്റ്റിസിറ്റി കാണിക്കാനായിട്ട് അപ്പോൾ നമ്മൾ അവിടെ വേരിയൻസ് കാണിക്കുന്നത് VAR എന്ന് പറയുന്നത്, വേരിയൻസ് ഓഫ് UI എന്ന് പറയുന്നത് UI given xi എന്ന് പറയുന്നത് എന്താണ്, ഓരോ xiയുടെ നേരെയുള്ള വേരിയൻസിന് ഈക്വൽ ടു സിഗ്മ സ്ക്വയർ ഐ എന്ന് കൊടുക്കേണ്ടതായിട്ട് വരും. കാരണം എന്താണ്, ഓരോന്നിനും ഓരോ വേരിയൻസ് ആയിരിക്കും. അപ്പൊ ഇതിനെ നമ്മൾ വിളിക്കുന്നത് ഹെറ്ററോസ്കഡാസ്റ്റിക് എന്നാണ് വിളിക്കുക, ഹെറ്ററോസ്കഡാസ്റ്റിസിറ്റി. ഹെറ്ററോസ്കഡാസ്റ്റിസിറ്റിയാണ്. ഇത് ഹെറ്ററോസ്കഡാസ്റ്റിസിറ്റിയാണ്. ഇനി ഹോമോസ്കഡാസ്റ്റിസിറ്റി ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും, വേരിയൻസ് ഓഫ് UI given xi is equal to ഒരൊറ്റ ഫിഗറേ ഉള്ളൂ, ഒറ്റ വേരിയൻസേ ഉള്ളൂ. ഏത് xi എടുത്താലും അതിന് നേരെയുള്ള UIയുടെ സ്പ്രെഡ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, സിഗ്മ സ്ക്വയർ. നമ്മൾ ഇതിനെ നമ്മൾ വിളിക്കുന്നത് ഹോമോസ്കഡാസ്റ്റിസിറ്റി എന്നാണ്. സോ ദിസ് ഈസ് ഹോമോസ്കഡാസ്റ്റിസിറ്റി, ദിസ് ഈസ് ഹെറ്ററോസ്കഡാസ്റ്റിസിറ്റി. അപ്പൊ ഈ സ്പ്രെഡ് നോക്കാം, ഈ സ്പ്രെഡ് ഇവിടെ ഇങ്ങനെ കൂടി കൂടി വരുന്നതിനെയാണ് നമ്മൾ ഹെറ്ററോസ്കഡാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഇനി നേരെ തിരിച്ച് ഹോമോസ്കഡാസ്റ്റിസിറ്റി ആണെങ്കിൽ നമ്മൾ എങ്ങനെ വരയ്ക്കും, ഇവിടെ നോക്കാം, ഏത് ഇൻകം ഗ്രൂപ്പ് ആണെങ്കിലും 200 ആണെങ്കിലും അതിന്റെ സ്പ്രെഡ് ഇങ്ങനെയായിരിക്കും. ഇനി 500 ആണെങ്കിലും ഇവരുടെയൊക്കെ കൺസംഷന് ഈ UIയുടെ വാല്യൂസ് വ്യത്യാസം ഉണ്ടാവും. കാരണം UI ഇവിടെ ചെറിയ വാല്യൂസ് ആയിരിക്കും, ഇവിടെ വലിയ എറേഴ്സ് ഒക്കെ തന്നെയായിരിക്കും. പക്ഷെ ആ സ്പ്രെഡ് എന്ന് പറയുന്നത്, ആ പാറ്റേൺ എന്ന് പറയുന്നത് ഒരേപോലത്തെ ആയിരിക്കും. അപ്പൊ എല്ലാ YI വാല്യൂസും റിലയബിൾ ആണെന്നാണ് അതിൻ്റെ അർത്ഥം. ഈ കേസിലാണെങ്കിൽ ഇവിടുത്തെ സ്പ്രെഡ് നോക്കുക, ഇതിങ്ങനെ സ്പ്രെഡ് പോകുന്നു, ഇങ്ങനെ സ്പ്രെഡ് പോകുന്നു. ആ സ്പ്രെഡ് ഈക്വൽ ആണ്. ആ സ്പ്രെഡ് ഈക്വൽ ആണെങ്കിൽ നമ്മൾ അതിനെ ഈക്വൽ വേരിയൻസ് എന്നാണ് പറയാം. എല്ലാ YI വാല്യൂസും നമുക്ക് റിലയബിൾ ആണ്. ഇവിടെ എല്ലാ YI വാല്യൂസും നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടേഷനിൽ ഉപയോഗിക്കാം, അത് റിലയബിൾ ആണ്. ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക് ഔട്ട്ലയേഴ്സ് ഉണ്ട്. ഈ വാല്യൂസ് എല്ലാം എക്സ്ട്രീം വാല്യൂസ് ആണ്, ഈ YI വാല്യൂസ്. ഇവിടെ 10,000 മാസ വരുമാനം കിട്ടുമ്പോൾ ഒരു കുടുംബം ഭയങ്കര ഹൈ ആയിട്ട് കൺസ്യൂം ചെയ്യുന്നു, വേറെ കുടുംബം ഭയങ്കര പിശുക്കി കൺസ്യൂം ചെയ്യുന്നു. അപ്പോൾ ആ ഒരു നേച്ചർ നമുക്ക് നമ്മുടെ റിഗ്രഷൻ അനാലിസിസിൽ തെറ്റായ റിസൾട്ടുകൾ ഉണ്ടാക്കും. അപ്പൊ ഇവിടുത്തെ ഈ YIസും ഈ കാണുന്ന ഇവിടുത്തെ ഈ YI വാല്യൂസും ഈ YI വാല്യൂസ് ഒക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ റിലയബിൾ അല്ല. ഇതിനൊക്കെ നമ്മൾ ഔട്ട്ലയേഴ്സ് എന്നാണ് വിളിക്കുക, ഔട്ട്ലയേഴ്സ്. ഇതൊക്കെ എക്സ്ട്രീം ആയിട്ടുള്ള റിസൾട്ടുകളായിരിക്കും നമുക്ക് ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ ഈ YI വാല്യൂസ് ഒക്കെ നമുക്ക് ഈ സ്പ്രെഡ് വളരെ ഹ്യൂജ് ആയതുകൊണ്ട്
ഈ എക്സ്ട്രീം വാല്യൂസ് ഒക്കെ റിലയബിൾ അല്ല, നമ്മുടെ കമ്പ്യൂട്ടേഷനിൽ നമുക്ക് റിലയബിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടെ ഇതെല്ലാം ഈക്വൽ സ്പ്രെഡ് ആണ്, നമുക്ക് എല്ലാ വാല്യൂസും ഈക്വലി റിലയബിൾ ആണ്. നമ്മുടെ കമ്പ്യൂട്ടേഷനിൽ നമുക്ക് ഇതിനൊക്കെ റിലയബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മളുടെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് the spread of UI or the variance of UI should be equal throughout given xi. The diagram should be, the probability density of UI should be like this, not like this. ഇവിടെ നമുക്ക് ഇവിടെ ഡിസ്പേർഷൻ കുറവും ഇവിടേക്ക് വരുന്നതോറും ഡിസ്പേർഷൻ കൂടിയാണ്. അതുണ്ടാവാൻ പാടില്ല. മറിച്ച് എല്ലാ വാല്യൂസും, not all yi values corresponding to various xi's will be equally reliable. ഇത് heteroscedasticity ആണെങ്കിൽ equally reliable അല്ല. കാരണം reliability being judged by how closely or distantly y values are distributed around them. So ഇത് കാണിക്കുന്നത് homoscedasticity ആണ് കാണിക്കുന്നത്. This thing is homoscedasticity. Okay, അപ്പോൾ നമ്മൾ ഇന്നൊരു അസംഷൻ മാത്രമാണ് നമ്മളിപ്പോൾ എടുത്തത്. ആക്ച്വലി ഹോമോസ്കെഡാസ്റ്റിസിറ്റി എന്നുള്ള അസംഷനാണ് ഞാൻ ഇന്ന് പുതിയതായിട്ട് എടുത്തത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഹോമോ മീൻസ് ഈക്വൽ, സ്കെഡാസ്റ്റിസിറ്റി മീൻസ് സ്പ്രെഡ്. സ്കെഡനിൻ എന്നുള്ള ഒരു ഗ്രീക്ക് വാക്കിൽ നിന്നാണ്, അതായത് സ്കാറ്റർ, ഡിസ്പേഴ്സ് എന്നുള്ള വാക്കിൽ നിന്നാണ് സ്കെഡാസ്റ്റിസിറ്റി എന്നുള്ള വാക്ക് വരുന്നത്. അപ്പൊ എററിന്റെ സ്പ്രെഡ് എല്ലാ എക്സൈഡ് നേരെയും x1, x2, x3 ഏതൊക്കെ എക്സൈസ് ഉണ്ടോ അതിന്റെ എല്ലാം നേരെയുള്ള യുടെ സ്പ്രെഡ് ഈക്വൽ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ ഹോമോസ്കെഡാസ്റ്റിക് എന്ന് പറയും. അപ്പൊ നമുക്ക് ആ ഒരു ഡാറ്റ നമുക്ക് റിലയബിൾ ആണ്. അതല്ല അതിൻ്റെ ഇടയിലുള്ള എററിന്റെ സ്പ്രെഡ് അൺഈക്വൽ ആണെങ്കിൽ അതിന്റെ അർത്ഥം പറയുന്നത് വൈഐസും വളരെ സ്കാറ്റേഡ് ആയിട്ടാണ് കിടക്കുന്നത്. ആ വൈഐകൾ നമ്മുടെ റിലയബിൾ ആയിട്ടുള്ള വൈഐസ് അല്ല. അപ്പോൾ ആ വൈഐസിനെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റയിൽ എക്സാക്ട്ലി കമ്പ്യൂട്ടേഷൻ വളരെ റോങ് ആയിട്ടുള്ള കമ്പ്യൂട്ടേഷൻ ആയിരിക്കും തരും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ഒരു അസംഷന്റെ അർത്ഥം എന്ന് പറയുന്നത് ഈക്വൽ വേരിയൻസ്, ഇങ്ങനെയായിരിക്കണം ഇതിന്റെ വേരിയൻസ്. ഈ ഒരു ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ ഇത് ഈക്വൽ വേരിയൻസിന്റെ ഡയഗ്രാം തന്നെയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഡയഗ്രാം ഒക്കെ വരയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. ഈ ഡയഗ്രാം വരയ്ക്കാനായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഇത് ഈക്വൽ വേരിയൻസ് ആണ് കാണിക്കുന്നത്. ഇത് ഹോമോസ്കെഡാസ്റ്റിക് ആയിട്ടുള്ള ഒരു റിലേഷൻ ആണ് കാണിച്ചത്. ഈ ഡയഗ്രാം വരച്ചാലും മതി. ഓക്കെ, ഞാൻ ഇന്ന്